റൈസിംഗ് ഹരിയാന. മികച്ച ഗതാഗത അടിസ്ഥാന സൗകര്യ ശൃംഖലകളുള്ള ആധുനികവും കാര്യക്ഷമവുമായ നഗരകേന്ദ്രമാണ് ഇന്ന് ഹരിയാനയിലെ ഫരീദാബാദ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുടർച്ചയായി വികസന പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുകയാണ്. നഗരത്തിലെ വൈദ്യുതി കേബിളുകൾ ഭൂമിക്കടിയിലൂടെ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ 2800 കോടി രൂപയാണ് അനുവദിച്ചത്. ജനസാന്ദ്രതയിലും വിസ്തൃതിയിലും ഹരിയാനയിലെ ഏറ്റവും വലിയ നഗരമാണ് ഫരീദാബാദ്. സംസ്ഥാനത്തിന് വരുമാനത്തിന്റെ നല്ലൊരു ശതമാനം ലഭിക്കുന്നതും ഈ ജില്ലയിൽ നിന്ന്. ഹരിയാനയുടെ വ്യാവസായിക തലസ്ഥാനം, സംസ്ഥാനത്തിന്റെ ബിസിനസ് കേന്ദ്രം കൂടിയാണ് ഫരീദാബാദ്. കഴിഞ്ഞ 11 വർഷത്തിനിടെ അതിശയിപ്പിക്കുന്ന വളർച്ചയാണ് നഗരത്തിനുണ്ടായത്. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും BJP സർക്കാർ അധികാരത്തിൽ വന്നതോടെ നഗരത്തിന്റെ വളർച്ചയിൽ 3 ഇരട്ടി വേഗത കൈവരിച്ചു. റോഡുകളിലും ഹൈവേ കണക്ടിവിറ്റിയിലും ശ്രദ്ധേയമായ പുരോഗതി കഴിഞ്ഞ ഒരു ദശകത്തിൽ ഇവിടെ ദൃശ്യമാണ്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് എന്ന വികസന മന്ത്രത്തിലൂന്നി ഫരീദാബാദിലെ എല്ലാ മേഖലകളിലും കോളനികളിലും ഗ്രാമങ്ങളിലും തുല്യ വികസനമാണ് ഇന്ന് ഉറപ്പാക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി കൃഷൻ പാൽ ഗുർജാർ അഭിപ്രായപ്പെട്ടു. ഫരീദാബാദിൽ നടപ്പിലാക്കുന്ന വിവിധ വികസന പദ്ധതികൾ കേന്ദ്ര സഹകരണ സഹമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 10 പാർക്കുകളുടെ നവീകരണ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചത് 2 കോടി രൂപയാണ്. ഓവർഹെഡ് വൈദ്യുതി കേബിളുകൾ ഒഴിവാക്കി ഭൂമിക്കടിയിലേക്ക് വൈദ്യുതി ലൈനുകൾ മാറ്റുകയാണ് നഗരത്തിൽ. കേന്ദ്ര സർക്കാർ സഹായത്തോടെയുള്ള വിതരണ ശൃംഖല നവീകരണ പദ്ധതി. ഇതിനായി കേന്ദ്രം അനുവദിച്ചത് 2800 കോടി രൂപ. പദ്ധതിയുടെ ഭാഗമായി അടുത്ത 2 വർഷത്തിനുള്ളിൽ നഗരത്തിലെ എല്ലാ വൈദ്യുതി ലൈനുകളും ഭൂമിക്കടിയിലൂടെ സ്ഥാപിക്കും. നടപ്പാത സുഗമമാക്കുക, നഗരാന്തരീക്ഷം മനോഹരമാക്കുക, വൈദ്യുതി വിതരണത്തിലെ ചോർച്ച കുറയ്ക്കുക എന്നിവയാണ് ലക്ഷ്യം. വൈദ്യുതി തൂണുകൾ നീക്കം ചെയ്ത് റോഡ് വീതി കൂട്ടാനും സാധിക്കും. മാത്രമല്ല, വൈദ്യുതി കേബിളുകൾക്കായി മരങ്ങൾ മുറിക്കുന്നതും ഒഴിവാക്കാം. ഭാവിയുടെ നഗരമെന്നാണ് ഫരീദാബാദിനെ നിക്ഷേപകർ വിശേഷിപ്പിക്കുന്നത്. രാജ്യ തലസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന ജില്ല, ഡൽഹി NCR മേഖലയുടെ ഭാഗമാണ് ഫരീദാബാദ് നഗരം. ദേശീയ തലസ്ഥാന മേഖലയുടെ അവിഭാജ്യ ഘടകം. ലോകത്ത് തന്നെ അതിവേഗം വികസിക്കുന്ന 8ാമത്തെ നഗരമെന്ന ഖ്യാതി ഫരീദാബാദിന് സ്വന്തം. വരും വർഷങ്ങളിൽ എല്ലാ അർത്ഥത്തിലും ഫരീദാബാദിനെ ഒരു മാതൃകാപരവും വികസിതവുമായ നഗരമാക്കി മാറ്റാനാണ് സൈനി സർക്കാർ ശ്രമിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രിയായ അമൃത ആശുപത്രിയുള്ളതും ഇവിടെയാണ്. 130 ഏക്കറിലാണ് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. 3 വർഷങ്ങൾക്ക് മുമ്പ് മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആശുപത്രി ഉദ്ഘാടനം ചെയ്തത്. രാജ്യത്തെ ഏറ്റവും വലിയ മേളയായ സൂരജ് കുണ്ട് അന്താരാഷ്ട്ര കരകൗശല മേള നടക്കുന്നതും ഫരീദാബാദിലെ പ്രദേശത്താണ്. കരകൗശല വസ്തുക്കളുടെയും കൈത്തറിയുടെയും സാംസ്കാരിക തുണിത്തരങ്ങളുടെയും സമ്പന്നതയും വൈവിധ്യവും പ്രദർശിപ്പിക്കുന്ന മേള പൂർവാധികം ഭംഗിയോടുകൂടിയാണ് സൈനി സർക്കാർ ഇത്തവണ നടത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ കരകൗശല മേള കൂടിയാണിത്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ മന്ത്രാലയങ്ങളുമായി സഹകരിച്ച് സൂരജ് കുണ്ട് മേള അതോറിറ്റിയും ഹരിയാന ടൂറിസവും ചേർന്നാണ് മേള സംഘടിപ്പിക്കുന്നത്. മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനവും റോഡ് കണക്ടിവിറ്റിയും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഫരീദാബാദ് നോയിഡ ഗാസിയാബാദ് എക്സ്പ്രസ് വേക്ക് അനുമതി നൽകിയത് സൈനി സർക്കാരാണ്. ഗുരുഗ്രാമിനെയും ഗ്രേറ്റർ നോയിഡയും ബന്ധിപ്പിച്ച് ഫരീദാബാദ് നോയിഡ വഴി കടന്നുപോകുന്ന റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റമാണ് മറ്റൊരു നേട്ടം. ഈ ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുടെ ചെലവ് 15,000 കോടി രൂപ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻനിര സ്മാർട്ട് സിറ്റീസ് മിഷന്റെ കീഴിൽ സ്മാർട്ട് സിറ്റിയായി വികസിപ്പിക്കുന്ന 100 ഇന്ത്യൻ നഗരങ്ങളിലൊന്നാണ് ഫരീദാബാദ്. കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത കമ്പനിയുമായ NHPC ലിമിറ്റഡിന്റെ ആസ്ഥാനവും ഇവിടെയാണ്. കേന്ദ്ര വൈദ്യുതി മന്ത്രാലയത്തിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ നാഷണൽ പവർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഫരീദാബാദിൽ ഓഫീസുണ്ട്. വിവിധ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളുടെ നിരവധി ഡയറക്ടറേറ്റുകളുടെ ആസ്ഥാനവും ഫരീദാബാദാണ്. ഹെന്ന അഥവാ മൈലാഞ്ചി ഉൽപാദനത്തിന് പ്രശസ്തമാണ് ഫരീദാബാദ്. കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ നായബ് സിംഗ് സൈനി സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഇടത്തരം
വലിയ ചെറുകിട വ്യവസായങ്ങൾ ഉൾപ്പെടെ 50,000-ഓളം വ്യവസായങ്ങളുടെ ആസ്ഥാനം കൂടിയാണ് ഇന്ന് ഫരീദാബാദ്. വിവിധ വ്യവസായങ്ങൾ നഗരത്തിന്റെ മൊത്തത്തിലുള്ള ബിസിനസ്സിലും സമ്പദ് വ്യവസ്ഥയിലും പ്രധാന പങ്ക് വഹിക്കുന്നു. തൊഴിലവസരങ്ങളും നിക്ഷേപങ്ങളും കുമിഞ്ഞുകൂടുകയാണിവിടെ. രാജ്യത്തിന്റെ വ്യവസായവൽക്കരണത്തിലും സാമ്പത്തിക വളർച്ചയിലും സൈനി സർക്കാരിന് കീഴിൽ ഫരീദാബാദ് പുതിയ ഉയരങ്ങൾ താണ്ടുകയാണ്. हमने 550 करोड़ रुपए का ये बजट पास किया है ताकि फरीदाबाद के विकास कार्यों को हम गति दे सकें। और आज मुझे इसका परिणाम भी यह हुआ कि फरीदाबाद तेजी से आगे बढ़ रहा है, तेजी से निर्माण हो रहा है और तेज गति से फरीदाबाद का विकास भी हो रहा है।